ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കർക്കിടക മാസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തുണ്ട്? ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ബിസിയായിരുന്നു. ഓഫീസിലെ ജോലിയും കുറേ യാത്രകളും ഒക്കെ ആയിട്ട് ഇന്നാണ് കുറച്ച് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ചെയ്തതും അമ്മയൊക്കെ ചെയ്തത് കണ്ട് വളർന്നതുകൊണ്ട് ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് കർക്കിടകത്തിൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഡീക്ലട്ടർ ചെയ്യുക. അപ്പോൾ ഡീക്ലട്ടറിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം വെസ്റ്റേൺ ഹോംസിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കുറേ പേര് മിനിമലിസത്തിലോട്ട് പോകുന്നുണ്ട്. അതായത് കുറച്ച് സാധനങ്ങൾ വെച്ച് ജീവിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ വളരെ എന്താ പറയുക, നമ്മുടെ മനസ്സിനെ ഭയങ്കര ഫോക്കസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ജോലിയിൽ നമ്മൾ കുറച്ചും കൂടെ സ്മാർട്ടാവും, പ്രൊഡക്റ്റീവും, നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഈ ഡീക്ലട്ടറിങ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പണ്ട് അറ്റ്ലീസ്റ്റ് എനിക്കറിയാവുന്ന സമയത്തൊക്കെ കുഞ്ഞിലേക്ക് നമ്മൾ എല്ലാ വർഷവും കർക്കിടക സമയത്താണ് ചെയ്യുന്നത്. നമ്മുടെ കേരള വീടുകളിലൊക്കെ കർക്കിടകത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതെങ്ങനെ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാനിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം അമ്മയുടെ സാധനങ്ങൾ, എൻ്റെ സാധനങ്ങൾ, അങ്ങനെ കുറേയധികം 2 ഫാമിലീസിൻ്റെ സാധനങ്ങൾ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യം നമുക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യം ആലോചിക്കുക. അപ്പോൾ എൻ്റെ ഡീക്ലട്ടറിങ് ജേർണി എന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞത് മുതൽ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സസ്സാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അതൊക്കെ നമ്മളിപ്പം അവർ വലുതാവും തോറും അതിനാർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു ഡീക്ലട്ടറിങ് മാത്രമേ കൂടുതലായിട്ട് നമ്മളെല്ലാവരും ചെയ്യാറുള്ളൂ. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ നമ്മുടെ വീടും എല്ലാ റൂംസും ഓക്കെ ഡീക്ലട്ടറിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ അലമാരയും തുറന്ന് അതിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അത് നമുക്ക് ജീവിതത്തിൽ ഇനി പ്രയോജനമേ ഇല്ല എന്നുള്ളത് മാറ്റി വയ്ക്കുക. ഓക്കെ, ചില സാധനങ്ങൾ എസ്പെഷ്യലി നമ്മുടെ ഡ്രസ്സസൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലതൊന്നും കളയാൻ തോന്നില്ല. നമ്മൾ വിചാരിക്കും, ഞാൻ വണ്ണം വെച്ചു, ഇനി കുറച്ച് വണ്ണം കുറഞ്ഞ് കഴിഞ്ഞിട്ട് ഇടാന്നൊക്കെ പറഞ്ഞ് 5-6 വർഷമായിട്ടൊക്കെ വയ്ക്കുന്ന കുറേ ഡ്രസ്സസൊക്കെ എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ അടുത്തിടെയായിട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറേ അധികം സ്ഥലം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൻ്റെ പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് കൂടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ കുറേ നമുക്കൊക്കെ കുറേ സ്റ്റോറേജ് ഉണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് നമ്മുടെ ഇന്ത്യൻ വീട്ടിലൊക്കെ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കുത്തി നിറച്ച് അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ കുത്തി നിറയ്ക്കാറുണ്ട്. അപ്പം അത് ചെയ്യാതെ കുറച്ചും കൂടെ സ്പേസ് വിട്ട് നിന്നാലും കുഴപ്പമില്ല. അപ്പം ഡ്രസ്സസ് എടുക്കുമ്പോഴത്തേനും ഡ്രസ്സസ് ഡീക്ലട്ടർ ചെയ്യുമ്പം ആദ്യം നോക്കേണ്ടത് പഴയതാണോ, ഞാനിത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം തരംതിരിക്കുക. എന്നിട്ട് അതിനെ മാറ്റി വയ്ക്കുക. അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കുറേ പാവപ്പെട്ടവരുണ്ട്, കുറേ ആശ്രമങ്ങളിൽ എടുക്കും. നമ്മുടെ നല്ല ഡ്രസ്സാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഇടുകയില്ല എന്നുള്ളതാണെങ്കിൽ ആർക്കെങ്കിലും അത് ദാനം ചെയ്യുക. കാര്യം ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടും. ഓക്കെ, പിന്നെ ഉള്ളത് ഡ്രസ്സസ് നോക്കുമ്പോൾ തന്നെ ചിലത് നമുക്ക് കൊടുക്കാൻ തോന്നില്ല. പക്ഷേ നമ്മളൊരു 6 വർഷമായിട്ടും 7 വർഷമായിട്ടൊന്നും അത് യൂസ് ചെയ്യാത്ത ഡ്രസ്സസ് ആയിരിക്കും. അതും ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇനി ഒരു 6 വർഷം യൂസ് ചെയ്യാത്ത ഡ്രസ്സ്, ഒരു 5 വർഷം യൂസ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ ഇനി യൂസ് ചെയ്യാൻ പോകുന്നുണ്ടോ, എനിക്ക് ആവശ്യമുണ്ടോ, ഞാനിത് ഇടുമോ എന്നുള്ളത് ആലോചിച്ചിട്ട് അതും കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ കീറിയ ഡ്രസ്സസ് ഒരിക്കലും, എൻ്റെ അമ്മൂമ്മ എപ്പോഴും പറയാറുള്ളതാണ്, കീറിയ ഡ്രസ്സസ് ഒരിക്കലും ഇടില്ല. നമ്മൾ വിചാരിക്കും കീറിയ ഡ്രസ്സ് വേണമെങ്കിൽ വീട്ടിൽ ഇടാം, പക്ഷേ അത് ഭയങ്കര ഒരു ഐശ്വര്യക്കേടാണെന്ന് എൻ്റെ അമ്മൂമ്മ പറയാറുണ്ട്. ഭയങ്കര പാടായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ കീറലായിരിക്കും, അത് തയ്ക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കീറിയ ഡ്രസ്സ് നിങ്ങൾക്ക് തച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ കീറിയ ഡ്രസ്സസും ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ഇതിന് എപ്പോഴും നിങ്ങൾ ഡീക്ലട്ടർ ചെയ്യുമ്പോഴത്തേനും ഒരു ബോക്സ് എപ്പോഴും വെച്ചിട്ട് ആവശ്യമില്ലാത്ത ഡ്രസ്സസ് കയ്യിലോട്ട് ഇടുക. നിങ്ങൾക്ക് തോന്നും എനിക്ക് ചിലപ്പോൾ ആവശ്യം വരുമായിരിക്കും, ഞാൻ ഇടുമായിരിക്കും എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വയ്ക്കുക. വേറെ ഉള്ള നമ്മുടെ എന്നുമുള്ള ഡ്രസ്സസ് അല്ലാത്തതിൽ വയ്ക്കുക. ഇതിനൊക്കെ നല്ല നല്ല ഓർഗനൈസേഴ്സ് ഇപ്പോൾ കിട്ടാറുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സാരി വയ്ക്കാനുള്ള ഓർഗനൈസേഴ്സും ഡ്രസ്സ് വയ്ക്കാനുള്ള ഓർഗനൈസേഴ്സൊക്കെ ഓൺലൈനിൽ കിട്ടും. പക്ഷേ ചിലത് നല്ല പ്രയോജനമാണ്. പക്ഷേ ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ കളയില്ല. ഈ ഓർഗനൈസറിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ അടുക്കി വയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതെല്ലാം കൂടെ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഴ്സ് കിട്ടും. അപ്പം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്, കബോർഡിനകമൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ട ഒരു ഡ്രസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ മെഡിസിൻ ബോക്സില്ലേ, നമ്മുടെ മെഡിസിൻ ബോക്സ് ശരിക്കും പറഞ്ഞാൽ അതൊരു 6 മാസത്തിൽ, കർക്കിടകം മാത്രമല്ല കേട്ടോ, ഒരു എവരി 6 മാസമെങ്കിലും നോക്കണം. ഞാൻ കണ്ടിട്ടുള്ള പല വീടുകളിലും എക്സ്പയർ ആയ മെഡിസിൻസ് ഇഷ്ടം പോലെ കാണും. അത് നമ്മുടെ അതങ്ങനെ അതും ഒക്കെ സ്പേസ് എടുക്കുകയല്ലേ. പിന്നെ അതുപോലെ ആരെങ്കിലും ഒരു കൊച്ചോ ആരെങ്കിലും എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്താലും ഒക്കെ പ്രശ്നമാണ്. അപ്പം എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എവരി മന്തൊക്കെ പാടായിരിക്കും, പക്ഷേ അറ്റ്ലീസ്റ്റ് എവരി 3 months, എവരി 6 months എന്നുള്ളത് കർക്കിടകത്തിൽ മാത്രമായിട്ട് ഒതുക്കല്ല. പക്ഷേ അതൊരു 6 months ഒക്കെ ആകുമ്പോഴത്തേനും മെഡിസിൻസ് എല്ലാം എടുത്ത് നോക്കിയിട്ട് എക്സ്പയർ ആയത് എല്ലാം എടുത്ത് കളയുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോഴും മെഡിസിൻസും ഒക്കെ നമ്മുടെ വെറ്റ് വേസ്റ്റ് കൂടെ അങ്ങനെയൊന്നും കളയില്ല, പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം നിങ്ങൾ ഒരു കബോർഡ് തുറന്നാലും എത്ര നോക്കിയാലും ഒരു കുറേ അധികം വയേഴ്സ് കാണും. പഴയ മൊബൈൽ ഫോൺ കാണും, പഴയ നമ്മുടെ CD കാസറ്റ് ഇതൊക്കെ കാണും. ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ കളക്ഷൻ പോലെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് യൂസ് ചെയ്യുന്നില്ല, ചുമ്മാ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇതൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയതുപോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമുക്കൊരു സ്ഥലം കിട്ടിയതുപോലെയും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അടുക്കി വെക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളതുപോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പം എപ്പോഴും ഡീക്ലട്ടർ ചെയ്യുമ്പോഴത്തേനും മെഡിസിൻസ് നോക്കുക, ഡ്രസ്സ് നോക്കുക, പിന്നെ മേജർ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വേസ്റ്റ്. ഓക്കെ, ഞാൻ ഒരിടയ്ക്ക് 2 വർഷം മുമ്പുള്ള എൻ്റെ ഡീക്ലട്ടറിങ്ങിൽ കർക്കിടകത്തിൽ ചെയ്തപ്പം എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഇങ്ങനെ പണ്ടത്തെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണ്, വയേഴ്സ്, ഇഷ്ടംപോലെ വയേഴ്സ്, റൗട്ടർ, എന്തൊക്കെ സാധനങ്ങളെന്നാ ഇത് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ എടുത്ത് ഫുൾ വീട് തപ്പി പഴയ സാധനങ്ങളൊക്കെ കൂടെ എടുത്ത് വെച്ചപ്പോൾ തന്നെ ഒരു റൂം നിറച്ച സാധനങ്ങളുണ്ടായിരുന്നു. അവർ വന്ന് എടുത്തുകൊണ്ട് ഈ വേസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകൾ കിട്ടും. അവർ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകും, അവരുടെ കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ചുമ്മാ പോയി എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യില്ല. അവരെടുത്ത് കൊടുക്കുമ്പോൾ അവരൊരു പൈസയും കൂടെ അതിന് തരും. ഇതൊക്കെ നമ്മൾ റീയൂസ് ചെയ്യും, റീസൈക്കിൾ ചെയ്യും. അപ്പം ഇത് സത്യം പറഞ്ഞാൽ അവർക്ക് കൊടുക്കുമ്പോൾ അവരെല്ലാം ഇതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യും. അപ്പോൾ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഏജൻസ് കാണും, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ കാണുമായിരിക്കും. അവർക്ക് കൊടുക്കുക വേസ്റ്റ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബുക്സാണ്. ഇഷ്ടംപോലെ ഇപ്പോൾ വായിക്കുന്നവരാണെങ്കിൽ ഇഷ്ടംപോലെ ബുക്സ് കാണും. അപ്പം അത് കുറേ അധികം സ്പേസ് എടുക്കുന്നു. ചിലർക്ക് ബുക്ക് കളക്ഷൻ ഇഷ്ടമായിരിക്കാം, പക്ഷേ ഇപ്പോൾ കുറേ അധികം സ്പേസ് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഇപ്പം നിങ്ങൾ ഇനി ഒരിക്കലും വായിക്കാൻ ചാൻസ് ഇല്ലാത്ത ബുക്സൊക്കെ ലൈബ്രറിയിൽ എങ്ങാനും ഡൊണേറ്റ് ചെയ്യുക. കാര്യം ഈവൻ ബുക്സും അതും പൊടി പിടിക്കും, അതും ഇതാവും. പിന്നെ എങ്ങാനും വായിക്കുന്ന ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ വായിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെല്ലാം എടുത്ത് വയ്ക്കാറ്. എനിക്കറിയില്ല കേട്ടോ, ഇന്നത്തെ കാലത്ത് നമ്മുടെ പാരൻസ് യൂസ് ചെയ്ത എത്ര കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന എത്ര കാര്യങ്ങളായിരിക്കും നമ്മുടെ മക്കൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞു പോവുമായിരിക്കും. അപ്പം ഇപ്പോൾ സ്ഥലമുണ്ട്, ബുക്ക് ഷെൽഫുണ്ട്, കുഴപ്പമില്ല വയ്ക്കാമെന്നാണെങ്കിൽ ഓക്കെ. പക്ഷേ കുറേ അധികം ബുക്സ് തിക്കി തിരക്കി അങ്ങ് വച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയെടുത്ത് ഇനി ഒട്ടും വായിക്കാൻ ചാൻസ് ഇല്ലാത്ത ബുക്സൊക്കെ ഒരു ലൈബ്രറിക്കോ എങ്ങാനും ഡൊണേറ്റ് ചെയ്യുക. അതും ഒരു പ്രോപ്പർലി അത് വീട്ടിൽ നിന്ന് പോകുമ്പോഴും കുറേ അധികം സ്പേസ് കിട്ടും, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് എനർജി കൂടും. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കിച്ചണിലെ സാധനങ്ങളും കിച്ചണിലെ പൊട്ടിയ പാത്രങ്ങളും നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളും ഒക്കെ ഡിസ്പോസ് ചെയ്യുക. പിന്നെ കിച്ചണിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ചിലതൊക്കെ നമ്മൾ പഴയ പാത്രങ്ങളായിരിക്കും, അത് നമ്മൾ ഇനി ഒരിക്കലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെ ഫ്രൈയിങ് പാനും അതുമൊക്കെ ചിലതൊക്കെ പഴയതായി അതിൻ്റെ ഇതൊക്കെ കോട്ടിംഗ് ഒക്കെ പോയതാണെങ്കിൽ അതൊക്കെ ഡിസ്പോസ് ചെയ്യുക. പാത്രക്കടകളിൽ കൊടുക്കുകയാണെങ്കിൽ പോലും അവരതിന് പൈസ കൊടുത്ത് നിങ്ങൾക്ക് വേറെ പാത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഈ പഴയ സാധനങ്ങൾ മാക്സിമം വീട്ടിൽ വയ്ക്കാതിരിക്കുക. എല്ലാ ഒരു ഐശ്വര്യം, പൊട്ടിയ പാത്രങ്ങൾ, പിന്നെ ഈ ക്രോക്കറി യൂണിറ്റ്സ്, നമ്മൾ ചിലപ്പം ഇഷ്ടം പോലെ ക്രോക്കറി യൂണിറ്റ് ആയിരിക്കും, ചിലരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേനും ഇഷ്ടം പോലെ ക്രോക്കറി യൂണിറ്റ് ആയിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ യൂസ് ചെയ്യണ എത്രയാണ്? നിങ്ങൾ അതുമല്ല ഇത് യൂസ് ചെയ്യുക കേട്ടോ, ഒരു ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുകയല്ലേ ക്രോക്കറി യൂണിറ്റ്സ് ഒക്കെ. നമുക്ക് തന്നെ ഇപ്പോൾ ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു ഓണം വന്നു, അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വന്നു, അല്ലെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ ആണ്, അതിലപ്പം അന്ന് അതിൽ ആഹാരമൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. അപ്പം നമുക്ക് വേണ്ടി തന്നെ മാത്രം അത് യൂസ് ചെയ്യാം. പക്ഷേ അനാവശ്യമായിട്ടുള്ള ക്രോക്കറി യൂണിറ്റ്, ഈ ഷോ കേസിൽ പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ കുറേയൊക്കെ നമ്മൾ സെൻറ്റിമെൻ്റലായിട്ട് വയ്ക്കും. എനിക്ക് ഇവർ തന്നെയാണ്, അവർ തന്നെയാണ്, അത് ഡിസ്പോസ് ചെയ്യാനും പറ്റില്ല, ഒരു ഇമോഷൻസ് അതിലായിട്ടുണ്ടായിരിക്കും. അതൊക്കെ വേണമെങ്കിൽ ഞാൻ ചിലത് മാത്രമേ അത് സൂക്ഷിക്കാറുള്ളൂ. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ പഴയ സാധനങ്ങൾ നമുക്ക് പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന സാധനങ്ങളൊക്കെ ഒരു ബാഗിനകത്താക്കിയിട്ട് മുകളിലെങ്ങാനും വയ്ക്കുക ചെയ്യാറ്. കാര്യം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കൂട്ടി വയ്ക്കുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ ഒരു സാധനം കൂടുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് കൂടുന്നുള്ളത്. അപ്പം ഈ ഷോക്കേസിലെ സാധനങ്ങളും ക്രോക്കറി യൂണിറ്റ്സും പഴയ പാത്രങ്ങളും ഒക്കെ ഡിസ്പോസ് ചെയ്യുക. നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും പാത്രങ്ങളുടെയും ഇന്നത്തെ കാലത്ത് കുറേ അധികം പാത്രങ്ങളുടെയും ഒന്നും ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, നിങ്ങളപ്പോൾ ആലോചിക്കുക, നിങ്ങൾ എത്രയാണ് യൂസ് ചെയ്യുന്നത്, അതിനേക്കാളും 2-3 പാത്രങ്ങൾ എക്സ്ട്രാ വയ്ക്കുക എന്നല്ലാതെ കുറേ അധികം സാധനങ്ങൾ വീട്ടിൽ കൂട്ടാതിരിക്കുക. നമ്മൾ ജപ്പാനിലൊക്കെ പോകുമ്പോൾ മിനിമലിസം, സ്വീഡൻ അവിടെയൊക്കെ പോകുമ്പോൾ മിനിമലിസം ഇപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ്. പക്ഷേ നമുക്ക് ചിലപ്പം അത്രയും രീതി വരെ ഇന്ത്യൻ ഹോംസിൽ പറ്റില്ല. കാര്യം നമ്മുടെ രീതികൾ വേറെ, നമുക്ക് കുറേ അധികം ഫെസ്റ്റിവൽസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ കാണും. പക്ഷേ ഓൺലൈനൊക്കെ ഓർഗനൈസ് ചെയ്ത് പ്രോപ്പർലി വയ്ക്കുക. ഒരു ഓർഗനൈസിങ് ഇത് സാധനങ്ങൾ കിട്ടും വാങ്ങിക്കാനൊക്കെ. ഐക്കിയിലൊക്കെ പോയാൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. പക്ഷേ അതിൽ ഓർഗനൈസ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയൊക്കെ വയ്ക്കുക. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് ഓർഗനൈസേഴ്സിന് വേണ്ടി പൈസ ചിലവാക്കണ്ട. നിങ്ങൾക്ക് ഉള്ള സാധനങ്ങൾ പകുതിയും ഡിസ്പോസ് ചെയ്താൽ തന്നെ കുറേ അധികം സ്പേസ് കിട്ടും. അനാവശ്യ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്താൽ തന്നെ കുറേ അധികം സ്പേസ് കിട്ടും. പിന്നെ ഉള്ളതിനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മതി. ഇത് സത്യം പറഞ്ഞാൽ കർക്കിടകത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രോജക്റ്റ് വർക്കായിട്ട് എടുക്കുക. കാര്യം കർക്കിടകം എന്ന് പറയുന്നത് ഒരു ചീത്ത മന്താണ്. അതുകൊണ്ടാണ് നമ്മൾ രാമായണമൊക്കെ വായിച്ചതിനെ കുറച്ചും കൂടെ പോസിറ്റീവ് ആക്കാൻ നോക്കുന്നത്. പണ്ട് അസുഖങ്ങൾ വരുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു മന്താണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ വീട് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് നമ്മുടെ വീടിൽ നിന്ന്
പഴയ സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം നിങ്ങൾ പിന്നെ വരുന്നത് ചിങ്ങമാണ്. അപ്പോൾ ഒരു നല്ല മാസം, ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ചിങ്ങമാണ് വരുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻഡ് എൻ്റെ അടുത്ത് പറയുക ഇത് ഹെൽപ്ഫുൾ ആയോ, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയോ എന്നുള്ളത് പറയുക. കാര്യം ഇത് ഞാനിപ്പം ഈ ഒരു ഡീക്ലട്ടറിംഗ് എന്ന് പറയുന്ന ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുന്ന ഒരു ജേർണി തുടങ്ങിയിട്ട് തന്നെ കുറേ വർഷമായി. പക്ഷേ ഒരു 5-6 വർഷമായിട്ട് ഞാനിപ്പം എല്ലാ വർഷം നമ്മൾ വിചാരിക്കും എങ്ങനെ ഇത്ര സാധനങ്ങൾ കൂടുന്നു എന്നുള്ളത്. പക്ഷേ കൂടിക്കൊണ്ടിരിക്കും, കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു സൈഡിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുറച്ച് കൺട്രോൾ ചെയ്യുക. നമുക്ക് ഇത്രയും ആവശ്യമുണ്ട്. ഇപ്പോൾ ഭയങ്കര ഒരു കൺസ്യൂമറിസം മാർക്കറ്റാണ്. ഡ്രസ്സുകൾക്ക് ഡ്രസ്സ്, ഒരു ക്ലിക്ക് ഓഫ് ദ ബട്ടണിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പം അതും കുറച്ച് കൺട്രോൾ ചെയ്യുക. അപ്പം അതിൽ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ഒരു ഇമ്പൾസ് ബൈയിങ് വരുമ്പോഴത്തേനും അമേസോണിൽ ഞാനത് കാർട്ടിലിട്ടിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ്, ആ സമയത്ത് വാങ്ങിക്കില്ല, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും എനിക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. മിക്കവാറും സമയത്ത് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ചെയ്യാറ്. കാര്യം അപ്പോൾ തോന്നുന്ന ഒരു സാധനമായിരിക്കും അത് വാങ്ങിക്കണമെന്ന്. പിന്നെ അത് കഴിയുമ്പോഴത്തേനും 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് വിചാരിക്കും ഓക്കെ അതിൻ്റെ ആവശ്യമില്ല, വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്ന്. ഓക്കെ, അപ്പം സാധനങ്ങൾ വാങ്ങിക്കുന്നതും നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക, അല്ലാത്തത് വാങ്ങിക്കാതിരിക്കുക. എല്ലാവർക്കും നമ്മുടെ സാധനങ്ങൾ ഇപ്പം നമ്മൾ വിചാരിക്കും ആവശ്യമില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. ഇപ്പോൾ പഴയതൊന്നും ആർക്കും വേണ്ടേയും താനും. ഓക്കെ, അനാവശ്യമായിട്ട് നമ്മുടെ ഭൂമിയെയും ലാൻഡ് ഫില്ലിനെയൊക്കെ കൂട്ടി ഓരോ വേസ്റ്റ് ഇട്ട് കൂട്ടുകയാണ്. അപ്പം ഒരു കൺസ്യൂമറിസത്തിൽ നിന്ന് മാറി നമ്മൾ മിനിമലിസത്തിലോട്ട് വരിക. അതിന് പറ്റിയ മാസം സ്റ്റാർട്ട് ചെയ്യാൻ കർക്കിടകമാണ്. സോ കർക്കിടകത്തിൽ വീട് വൃത്തിയാക്കൽ, ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് വർക്കായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.